ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കി കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഉടൻ തന്നെ കടക്കും. പ്രഥമ പരിഗണന ആര്യാടൻ ഷൗക്കത്തിനും VS ജോയിക്കുമാണ്. മുൻ MLA-യായ PV അൻവറിന്റെ അഭിപ്രായവും പരിഗണിക്കും. കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുപോലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സജീവമാണ്. പാർട്ടി യോഗങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. വോട്ട് ചേർക്കൽ സജീവമായി നടക്കുന്നുമുണ്ട്. പാലക്കാട് നടത്തിയതുപോലെ പരമാവധി പാർട്ടിക്ക് ലഭിക്കാവുന്ന മുഴുവൻ വോട്ടുകളും ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും വോട്ട് ചേർത്തലിന് പിന്നിലുണ്ട്. KPCC ഭാരവാഹികൾക്ക് ചുമതലകൾ ഉടനെ തന്നെ നൽകും. ഒരു KPCC ജനറൽ സെക്രട്ടറിക്ക് മണ്ഡലത്തിന്റെ ചുമതല ഉടൻ നൽകും. 27-ന് നടക്കാനിരിക്കുന്ന UDF യോഗത്തിൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചയാകും. അടുത്ത വർഷം നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലമ്പൂരിലെ വിജയം UDF-ന് നിർണായകമാണ്. MLA പദവിയൊഴിഞ്ഞ PV അൻവർ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് ഇനി മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിരുന്നു. മറിച്ച് UDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനു വേണ്ടി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അൻവർ പറയുന്നത്. ഉപതിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കും. വോട്ടർമാർ നിയമോപദേശം തേടിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തിയിരുന്നു. സർക്കാരിന്റെ അവസാനത്തിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരായ ആണിയായി മാറേണ്ടതുണ്ട്. തൃണമൂലിന്റെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകും. മലയോര കർഷകരുടെ പൂർണ്ണ പിന്തുണ കൂടി ആർജിച്ച് പിണറായിസത്തിന്റെ അവസാനം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലായിരിക്കും. പരിപൂർണ പിന്തുണ UDF-ന് നൽകും. കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് എന്നും അൻവർ വെല്ലുവിളിച്ചിരുന്നു. മെയ് മാസം 2ാം വാരം മമതാ ബാനർജി കേരളത്തിലെത്തും. കോഴിക്കോട് 1 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം തൃണമൂൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനം 23-ന് നടക്കും. സമ്മേളനത്തിനായി മഹുവ മൊയ്ത്ര MP-യും ഡെറിക് ഒബ്രെയിനും കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി. തൃണമൂൽ കോൺഗ്രസ് MP-മാരും നേതാക്കളും കഴിഞ്ഞ ദിവസം പാണക്കാട് സന്ദർശിക്കുകയും താമരശ്ശേരി ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. കാന്തപുരം വിഭാഗത്തിന്റെ കീഴിലുള്ള മർക്കസ് നോളജ് സിറ്റിയും സന്ദർശിക്കും.